ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസ നമ്മുടെ കൃഷിനെ അന്വേഷിച്ച് ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മുടെ കൃഷി കൺമണിയും കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കാറെടുത്ത് മാനസയുടെ കണ്ണ് വെട്ടിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ കൺമണിയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് കൃഷിനോട്, എവിടേക്കാണ് സാർ, എവിടേക്കാണ് പോകുന്നതെന്ന് തെളിച്ച് പറ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാം, നീ വേഗം കയറ് എന്നൊക്കെ പറഞ്ഞ് കൺമണിയെ കൊണ്ട് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ മാനസ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് അവിടുത്തെ സെക്യൂരിറ്റിയും ഹരിയൊക്കെ പെട്ടെന്ന് തന്നെ മാനസയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ മാഡം രാവിലെ തന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൃഷി ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല സാർ, ഇല്ലല്ലോ സാർ ഇവിടെ എത്തിയിട്ടില്ല, സാർ എന്തോ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ഹരി പറയാണ് കേട്ടോ. അങ്ങനെ മാനസ ചോദിക്കുന്നുണ്ട്, ഹരി നീ നുണ പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനെന്തിനാ മാഡം നുണ പറയേണ്ട ആവശ്യം, എനിക്കിവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ, സാർ ഇവിടേക്ക് വന്നിട്ടില്ല 2 ദിവസമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ മാനസ സെക്യൂരിറ്റിയോടും ചോദിക്കുന്നുണ്ട്, താൻ കണ്ടിരുന്നോ ക്രിസ് സാറ് ഇവിടേക്ക് വരുന്നത്, ഇന്നലെ രാത്രി അവനിവിടെ ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാഡം എന്താ എങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഞാൻ തന്നെ സാറിനെ കണ്ട് 2 ദിവസമായി, എനിക്ക് 2 ദിവസം ലീവ് വേണമെന്ന് പറയാനായിട്ട് ഇരിക്കുകയായിരുന്നു, സാറിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യം വന്ന് അവിടെ നിന്ന് ഓഫീസിലേക്കൊന്നും കയറി ചെല്ലാതെ തിരിച്ചു പോവുകയാണ് കേട്ടോ മാനസ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൺമണിയുടെ അച്ഛനെ കാണിക്കുന്നുണ്ട്. കൺമണി ഒരുപാട് തവണ ഫോണിൽ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൺമണി ഫോൺ എടുക്കാത്തതുകൊണ്ട് ആകെ ഒരു അങ്കലാപ്പിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ എവിടെയാണ്, എന്തായി എന്നുള്ളൊരു വിവരമൊന്നും അറിയാതെ. ഈ സമയത്ത് തന്നെ ധനലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരെയാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ വേറൊരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നാണെന്നൊക്കെ നുണ പറയുന്നുണ്ട്. അങ്ങനെ കൺമണി ശ്രീനിവാസൻ്റെ ആ ഫോൺ വാങ്ങിയിട്ട് നോക്കുന്നുണ്ട്. കൺമണിയാണല്ലേ വിളിച്ചത്, എന്തിനാണ് നിങ്ങളിങ്ങനെ നുണ പറയുന്നത്, നിങ്ങളെ ഇത്ര വലിയ നുണയും, പിന്നെ മകളെങ്ങനെ ഇതൊന്നും കണ്ട് പഠിക്കാതിരിക്കുക, കള്ളത്തരമാണ് മൊത്തത്തിൽ കയ്യിൽ അച്ഛനും മകൾക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ എവിടെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു എന്ന് ധനലക്ഷ്മി ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്. എനിക്കെങ്ങനെ അറിയാൻ, നീ തന്നെയല്ലേ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്, പിന്നെന്തിനാ നീ ആ കാര്യങ്ങളൊക്കെ നീ അറിയുന്നത്, അന്വേഷിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. ഇതിപ്പോൾ കുറ്റം മൊത്തം എനിക്കായി, ആ പാവം കൃഷിനെ കൈയും കണ്ണും കാണിച്ച് മയക്കിയെടുത്ത് അവളുടെ ആട്ടത്തിനൊത്ത് തുള്ളുന്ന പാവയാക്കി കൊണ്ടു നടക്കണം അവൾ. ഇതൊന്നും വലിയ തെറ്റല്ല, ഞാൻ ചെയ്തതാണ് ഇപ്പോൾ വലിയ തെറ്റ്. എന്തായാലും നിങ്ങളുടെ മകളുടെ പോക്കത്ര ശരിയല്ല, ഇനി വയറ്റിലൊരു കുട്ടിയായിട്ട് ഇങ്ങോട്ട് കയറി വരാതെ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഗൂഗിൾ പറയുന്നുണ്ട്, എന്ത് വൃത്തികെട്ട വർത്താനം ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏടാടാ നിൻ്റെ അടുത്ത് ആരാടാ ഇവിടെ വന്ന് ഇതൊക്കെ കേൾക്കാനും പറയാനായിട്ട്, നിന്നോട് ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ, മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ വായിക്കൊള്ളാത്ത വർത്താനമൊന്നും പറയാൻ നിൽക്കണ്ട, അവളുടെ പട്ടിനെ വിട്ടേക്ക്, നീ ഇറക്കി വിട്ട സ്ഥിതിക്ക് ഇനി അവളെക്കുറിച്ച് അന്വേഷിക്കുകയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് തന്നെ വരുൺ നമ്മുടെ ധനലക്ഷ്മിയെ വിളിക്കുകയാണ് കേട്ടോ. അടാ മോനെ, വരുൺ മോനെ, നമ്മുടെ കൺമണി പോയടാ, അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, എന്നെ ധിക്കരിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. പോയെന്ന്, എനിക്കിപ്പോൾ അവളെ കാണണം, എനിക്ക് അവളോട് പക വീട്ടണം, അവൾ എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്കറിയില്ല, ആ കൃഷിനെയും കുറിച്ച് വിവരമില്ല, കൺമണിയെക്കുറിച്ചും വിവരമില്ല മോനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് നാടകം കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വരുണ് ദേഷ്യം വരുന്നുണ്ട്. അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അവൾ എവിടെയാണെന്നുള്ളത് അറിയണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വരുണ്. കണ്ടില്ലേ വരുൺ മോനെ, കൺമണിയെന്ന് വെച്ചാൽ ജീവനാ, കണ്ടില്ലേ അവൻ കടന്ന് വിഷമിക്കുന്നത്, അവൾക്ക് ഇവൻ്റെ സ്നേഹം മനസ്സിലാക്കാനുള്ള വകതിരിവില്ല, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കി എന്നൊക്കെ ശ്രീനിവാസനോട് തട്ടിക്കയറി പോകുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി. പിന്നീട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമണിയെയും കൊണ്ട് നമ്മുടെ കൃഷി ചെല്ലുന്നത് നമ്മുടെ ദേവ്ജി സാറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ കൺമണി കയറി പോകുന്നത് തന്നെ ദേവ്ജിയെ കാണുന്നുണ്ട്. ദേവ്ജിൻ്റെ വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ നീ കൺമണിയും കൊണ്ട് ഇങ്ങോട്ട് വന്നു, നിങ്ങളുടെ പ്രശ്നം സോൾവ് ആക്കാനായിട്ട് എൻ്റെ മുന്നിലേക്ക് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്നെ കിട്ടില്ല, നീ കൺമണിയുടെ കൈയും കാലും പിടിച്ച് അവളെ സമാധാനിപ്പിക്കാൻ നോക്കിക്കോ, ഞാനിതിൽ ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ ദേവ്ജി, അതിന് ഞങ്ങൾ പിണങ്ങിയെന്ന്, എപ്പോൾ, ഞങ്ങളൊന്നും പിണങ്ങിയിട്ടില്ല, ദേവ്ജി എന്താ സ്വപ്നം കൊണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. എടാ രണ്ടുപേരും കൂടി എന്നെ പൊട്ടനാക്കാൻ നോക്കൊന്നും വേണ്ട, നീയല്ലടാ ഇന്നലെ വന്ന് എങ്ങനെയെങ്കിലും എനിക്ക് കൺമണിയായിട്ട് എന്നെ ചേർത്തിത്താ, എന്നോട് മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് പരാതിയും പരിഭവവും പറഞ്ഞ് എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടി തന്നല്ലേ, ഇതൊക്കെ മറന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ ദേവ്ജി സാർ, അതൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഞങ്ങളെ കട്ട സ്നേഹത്തിലാണ്, ഞങ്ങൾക്ക് ഇനി ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ. അതെന്തായാലും നന്നായി, എന്താ മോൾ ഇവൻ നിൻ്റെ കാലിൽ വീണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാലിലൊന്നും വീണില്ല സാർ, പക്ഷെ പാവം എനിക്ക് സങ്കടം തോന്നി എന്നൊക്കെ പറഞ്ഞു. ഇതാണ് കൺമണിയുടെ മനസ്സ്, ഇതാവണം, കണ്ടു പഠിക്കടാ, ഇനി ആ കുട്ടിയെ വേദനിപ്പിച്ചാലുണ്ടല്ലോ എന്നൊക്കെ ദേവ്ജിയോട് പറയുന്നുണ്ട്. അല്ല രാവിലെ തന്നെ എന്താ നീ ഇവിടെ കുറ്റിയും പറിച്ച് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന്
കൃഷിനോട് ചോദിക്കുന്നുണ്ട്. അത് ദേവ്ജി സാർ കൺമണിയെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. താമസിപ്പിക്കാൻ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൺമണിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി ഓഫീസിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി അത് പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തി എന്നുള്ള രീതിയിലും ഞങ്ങൾക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് എന്നുള്ള രീതിയിലും ദേവ്ജി സാറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് വരാനുള്ള വഴിയുള്ളൂ. കാരണം ദേവ്ജിയുടെ അടുത്ത് ഇവൾ സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കൺമണിക്ക് താല്പര്യമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാർ എനിക്കിവിടെയാണ് ക്രിസ് സാർ ഇങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ട് വരുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ദേവ്ജി സാറിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എനിക്ക് ദേവ്ജിയുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അത് ബുദ്ധിമുട്ടാവുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. നീ യെസ് ഓർ നോ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് അവിടെ നിൽക്കണോ അതോ പോകണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൺമണി യെസ് പറയുന്നില്ല. എന്നാൽ ധൈര്യത്തോടെ അകത്ത് കയറി വാ എന്നൊക്കെ പറഞ്ഞ് കൺമണിയെയും കൃഷിനെയും അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഉടൻ തന്നെ ദേവ്ജി പറയാണ്, നീ നിൻ്റെ അച്ഛനെ വിളിച്ച കാര്യം പറയും കൺമണി ഇവിടെയാണ് എന്നുള്ളതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ കൃഷി പറയാണ്, അത് വേണോ ഇനി ഇവിടെയാണെന്ന് അറിഞ്ഞാൽ വല്ല പ്രശ്നം ആയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരിക്കലും പ്രശ്നമാവില്ല. ഒരു അച്ഛൻ്റെ വേദന അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഒരുപാട് വേദനയ്ക്കുണ്ടാവും ആ ശ്രീനിവാസൻ. മകൾ എവിടെയാണ് ഒരു വിവരമില്ല. കാരണം ഒരു പെൺകുട്ടിയും കൂടിയാണ്. മോളെ നീ ഇപ്പം തന്നെ അച്ഛനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് കൺമണി അച്ഛനെ വിളിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ ശ്രീനിവാസനാണെന്നുണ്ടെങ്കിൽ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ, കൺമണിയുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. ആ സമയത്ത് തന്നെ ഫോൺ വിളിച്ച് കൺമണി ഞാൻ ദേവ്ജിയുടെ ഒപ്പമാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ദേവ്ജി ആ ഫോൺ വാങ്ങുന്നുണ്ട്. ശ്രീനിവാസ, മോൾ എൻ്റെ കൂടെ ഉള്ളത് താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിനക്ക് പരാതിയൊന്നുമില്ലല്ലോ അവളിവിടെ നിൽക്കുന്നത് കൊണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കെന്ത് പരാതി സാർ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും അവളുടെ രക്ഷാകർത്താവായിട്ട് സാറുണ്ടല്ലോ കൂടെ, എനിക്കത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ടേ, എൻ്റെ മകളുടെ സ്ഥാനത്തിനാണ് അവളെ കണ്ടിവിടെ നിർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ ശ്രീനിവാസന്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ദേവ്ജി കൃഷിനോട് പറയുന്നുണ്ട്, എങ്കിൽ ശരി നീ പൊയ്ക്കോ, നീ എന്തിനാ ഇവിടെ ചുറ്റിയും പറ്റി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അല്ല ഞാൻ ഇവളെ ഒന്ന് റൂമിൽ കൊണ്ടാക്കിയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ വീട്ടിൽ റൂം എവിടെയാണ് എന്താണെന്നുള്ളത് എനിക്കാണ് ബോധ്യമുള്ളത്, നീ പൊയ്ക്കോ, നീ വിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ദേവ്ജി സാറിനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ കൺമണി പറയുന്നുണ്ട്, ഇനി അവിടെ പോയിട്ട് ആൻറ്റിയമ്മയോട് മാനസയോടൊന്ന് വഴക്ക് കൂടാൻ നിൽക്കരുത് കേട്ടോ സാർ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പിന്നെ നിയന്ത്രണം വിട്ടാൽ ഞാൻ വല്ലതും പറഞ്ഞു പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ദേവ്ജി പറയുന്നുണ്ട്, എടാ മണ്ട, നിനക്ക് ഇത്രയും വിവരമില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാവുന്നത് വരെ നീ അവരെ ഒന്ന് സോപ്പിട്ട് നിർത്ത്, ഒന്ന് അഭിനയിച്ച് നിൽക്ക്. ആ മാനസയും ആൻറ്റിയമ്മയും തെറ്റിച്ചാലുണ്ടല്ലോ പിന്നെ പ്രശ്നം ഒരുപാട് ഗുരുതര അവസ്ഥയിലേക്ക് പോകും, സംഘർഷഭരിതമാവും. അതുകൊണ്ട് നീ ഒന്ന് അഭിനയിച്ച് നിൽക്കുക, അവളുടെ താളത്തിനൊത്ത് തുള്ളുന്ന പോലെ എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു നല്ല ഐഡിയ ആണ്. എങ്കിൽ ശരി, ഞാൻ ദേവ്ജി പറഞ്ഞ പോലെ ചെയ്യും. ഇനി ഞാൻ അങ്ങോട്ട് അഭിനയിച്ച് തകർക്കും. മാനസിക ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. കൺമണി നീ ഒന്നും ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൺമണി അത് കേട്ട് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കൃഷി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിന് ദേവ്ജി നമ്മുടെ കൺമണിയോടായിട്ട് പറയാണ്, മോളെ ഞാൻ നിൻ്റെ രക്ഷകർത്താവല്ല, നിൻ്റെ അച്ഛൻ തന്നെയാണ്. നീ ഒന്നുകൊണ്ട് പേടിക്കണം, നീ എൻ്റെ കയ്യിൽ സുരക്ഷിതരായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കൺമണിക്ക് അത് ഒരുപാട് ആശ്വാസമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാനസ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് മാനസയുടെ അമ്മയും അതുപോലെ തന്നെ ആൻറ്റിയമ്മയും ചോദിക്കുന്നുണ്ട്, എന്താ മോളെ കൃഷിനെ കണ്ടില്ല എന്ന് ചോദിക്കുന്നത്. കൃഷിയൊന്നും അവിടെ ഇല്ല, ആ കൺമണിയും അവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ വരുൺ വിളിക്കുന്നുണ്ട്, അതെ കൃഷിയുമില്ല കൺമണിയുമില്ല, അവർ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് ഉള്ളത്. മാനസ് അത്ര പോരാത്തത് കൊണ്ടാണ് കൃഷി അവളുടെ കൂടെ പോകുന്നത്. ഇനിയെങ്കിലും ഒന്ന് അവനെ ചൊൽപ്പടിക്ക് നിർത്താൻ നോക്കും മാനസ എന്നൊക്കെ പറഞ്ഞ് മാനസയെ പിരികയറ്റി വിടുകയാണ് കേട്ടോ വരുന്ന ആ സമയത്ത് വിളിച്ചിട്ട്. അങ്ങനെ മാനസയ്ക്ക് ഇതും കൂടെ കേട്ടപ്പോൾ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ആൻറ്റിയമ്മേ, ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെ ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. അവനെ ആദ്യം എൻ്റെ വഴിക്ക് ഞാൻ വരുത്തിക്കും, ആ കൺമണിയെ തോൽപ്പിക്കും ഞാൻ. പിന്നെ അവനെ വേണോ വേണ്ടിയോ, അവനെ കല്യാണം കഴിക്കണം വേണ്ടോ എന്നൊക്കെയുള്ള പിന്നീട് ഞാൻ തീരുമാനിച്ചോളാം. ആദ്യം എൻ്റെ കസ്റ്റഡിയിലാക്കണം അവനെ. അതിന് ഞാൻ കൺമണിക്ക് അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ തോറ്റുപോകുന്നത് അവരായിരിക്കും എന്നൊക്കെ വീറും വാശിയും കാണിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ മാനസ. അങ്ങനെ ആൻറ്റിയമ്മയും പറയുന്നുണ്ട്, നിൻ്റെ കൂടെ കട്ടയ്ക്ക് ഞാനും ഉണ്ട് മോളെ എന്നൊക്കെ.